ഉം. ഞാനും അല്ലിക്കുട്ടനും വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അല്ലിക്കുട്ടന്റെ പുത്തൻ വിശേഷങ്ങളാണ് പറയുന്നത്. നമ്മള് ആ ഗേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അല്ലിക്കുട്ടൻ അങ്ങനെ റോഡിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം മാത്രം അവൻ ആ കോയമ്പത്തൂർക്ക് പോയ പോക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും അവൻ ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങള് ഓർത്തിനി അവൻ വഴിയിലോട്ടൊന്നും പോകത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഒരു ദിവസം ഞങ്ങള് അല്ലിക്കുട്ടനും ചേച്ചിമാരും കൂടെ മുറ്റത്ത് രാത്രിയിൽ ബോള് കളിക്കുമായിരുന്നു. അപ്പൊ ഞാനും വെല്ലിച്ചയും അച്ഛയും കൂടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഇവന്റെ കളിയെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു പൂച്ച അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്ന ഇവൻ കണ്ടത്. അപ്പൊ തന്നെ അവൻ കളിയൊക്കെ നിർത്തിയേച്ച് ചേച്ചിമാരെയൊക്കെ ഇട്ടേച്ച് അവൻ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അപ്പുറത്തെ പറമ്പിലേക്ക്. അപ്പൊ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ അവിടെ ആരും ഇല്ല, അതുകൊണ്ട് അവിടെ വെട്ടമൊന്നും ഇല്ല, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അവര്. അപ്പം വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ പെട്ടെന്ന് ഓടിപ്പോയപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് അവന്റെ പുറകെ പോകാൻ പറ്റിയില്ല. ഞങ്ങള് അകത്ത് ചെന്ന് ടോർച്ചും ഒക്കെ എടുത്ത് പിന്നെ ഫോണിന്റെ ഇതുമൊക്കെ ആയിട്ട് ടോർച്ചും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓടുക ഇവന്റെ പുറകെ. അപ്പം വെല്ലിച്ചയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അകത്ത് കയറി. വെല്ലിച്ചയ്ക്ക് ഒരു ടോർച്ചുണ്ട് ബാറ്ററി ഒക്കെ ഇടുന്നത്. വെല്ലിച്ച അത് ബാറ്ററി എല്ലാം ഊരി അലമാരിക്കകത്ത് വെക്കും. കറണ്ട് പോകുമ്പോൾ വെല്ലിച്ച തപ്പി പിറക്കി അത് എടുക്കണം. വെല്ലിച്ചയുടെ ടോർച്ച് തപ്പി എടുക്കണമെങ്കിൽ നമ്മൾ വേറെ ടോർച്ചുമായിട്ട് ചെല്ലണം. കറണ്ട് പോകുമ്പോൾ അങ്ങനെയാ വെല്ലിച്ച ടോർച്ച് തപ്പി എടുക്കുന്നത്. അങ്ങനെ വെല്ലിച്ച ടോർച്ചും ഒക്കെ തപ്പി എടുത്ത് വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ അല്ലിക്കുട്ടനെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നു കേട്ടോ. അപ്പം ഇവന് രാത്രി ഓടിപ്പോയി കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾ പുറകെ ചെല്ലാഞ്ഞപ്പോഴത്തേക്കിന് ഇവനങ്ങ് പേടിച്ച്. ഇവന്റെ വിചാരം ഞങ്ങൾ പുറകെ ഉണ്ടെന്നാ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഇവൻ എപ്പോഴും ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളെ കാണാതായപ്പോ ഇവനങ്ങ് പേടിച്ച്. ഇവൻ എന്നിട്ട് ഒരു വീടിന്റെ അപ്പുറത്തെ ഒരു വീട്ടിലേക്കാണ് ഇവൻ ഓടിപ്പോയത്. എന്നിട്ട് അവൻ അവിടെ ഞങ്ങളെ കാണാഞ്ഞിട്ട് അവിടെ അങ്ങ് ഇരുന്ന്. അപ്പൊ ഞങ്ങളാണ് ഇവനെ കാണാതെ ഞങ്ങളും പേടിച്ചു. ഇവൻ സാധാരണ അവിടം വരെ ഒന്നും പോകാറില്ല. അപ്പൊ ഞങ്ങൾ പുറകെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഇവനങ്ങ് ഓടുമായിരുന്നു. പിന്നെ ഞങ്ങളും ഇവനെ നോക്കിയിരുന്നിട്ടൊന്നും കാണുന്നില്ല. അന്നേരം അപ്പുറത്ത് ഞങ്ങളിങ്ങനെ തപ്പി നടക്കുന്ന കണ്ടപ്പോ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പറഞ്ഞ് ചേച്ചി ഇവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കിന് ഞാൻ അവിടെ ഒന്ന് അല്ലിക്കുട്ടോന്നൊന്ന് വിളിച്ചപ്പോഴേ ഉണ്ടല്ലോ അവൻ അന്നേരം തന്നെ ഓടി എൻ്റെ അടുത്തേക്ക് വന്ന്. അപ്പം ഞങ്ങൾ പുറകെ ഉണ്ടെങ്കിലാണ് ഇവന്റെ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇവന് ഭയങ്കര പേടി, ഇവൻ തന്നെ പോകത്തില്ല. അപ്പം നമുക്ക് ആ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലായി ഇവൻ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവൻ ഇങ്ങനെ പോവുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇവനെ വീണ്ടും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പിറ്റേ ദിവസം ഇവനെ വീണ്ടും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഇവനെ പകല് ഞങ്ങൾ ഇവനെ കളിപ്പിക്കുക. ബോളൊക്കെ ഇട്ട് കൊടുത്ത് ബോൾ എടുത്തുകൊണ്ട് വരുന്നു. അതൊക്കെ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങൾ കണ്ട്. അപ്പോഴത്തേക്കിന് ആ വീഡിയോ ഇതിനകത്ത് ഇവൻ ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്കും ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ പോകാൻ തുടങ്ങും. കുറച്ചങ്ങ് മാറി കഴിയുമ്പോഴേ ഞങ്ങൾ എല്ലാവരും കയറി അകത്ത് കയറും. അകത്ത് കയറിയിട്ട് ഞങ്ങളെ കാണാതാകുമ്പോൾ ഇവൻ പിന്നെ മുന്നോട്ട് പോകത്തില്ല. ഇവനന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും. അപ്പൊ ഞാൻ അകത്ത് നിന്ന് ഉറക്കം വിളിക്കും, അല്ലിക്കുട്ടോന്ന് വിളിക്കും. അപ്പൊ തന്നെ അവൻ ഓടി അകത്തേക്ക് വരും. അങ്ങനെ അവന് ഞങ്ങളില്ലാതുകൊണ്ട് പോകത്തില്ലെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം കുറച്ച് സമയമൊക്കെ അവനെ ഞങ്ങൾ ലീശൊന്നും ഇല്ലാതെയൊക്കെ ഞങ്ങൾ അവനെ ഇപ്പം കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് മുറ്റത്തൊക്കെ. പക്ഷെ പൂച്ചേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ വിധം മാറും കേട്ടോ. പൂച്ച കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടും. പെട്ടെന്ന് അവൻ ഓർക്കത്തില്ലെന്ന് തോന്നുന്നു. അവന് പെട്ടെന്ന് പൂച്ചേനോടുള്ള ഒരു ദേഷ്യമാണോ എന്നാണോ, പൂച്ചേനെ കാണുമ്പോഴേ അവൻ പുറകെ ഓടും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ അവൻ എങ്ങും പോകത്തില്ല കേട്ടോ. അവൻ ഇവിടെ തന്നെ നിന്നോളും. ഞങ്ങളെ കാണണം അവന്. അല്ലിക്കുട്ടൻ അങ്ങനെ ലീശൊന്നും ഇല്ലാതെ കൊണ്ട് അവൻ ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ ഓടി നടക്കുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അവന് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ ഓടാനും കളിക്കാനും ഒക്കെ. അതൊക്കെ കാണുന്നത് നമുക്കും സന്തോഷമാണ്. എനിക്കും ഇഷ്ടമായിട്ടൊന്നും അല്ല അവനെ ലീശൊക്കെ ഇടിപ്പിച്ച് നടത്തുന്നത്. അവനിങ്ങനെ പറമ്പിലോട്ട് ഓടോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവന് സത്യം പറഞ്ഞാൽ തിരിച്ചു വരാൻ ഇവന് അറിയത്തില്ല. ഞാൻ അന്നേരം വിളിച്ചോണ്ടാണ് ആ രാത്രിയിൽ അവൻ തിരിച്ചു വന്നത്. അല്ലെ അവൻ അവിടെ ഇരിക്കുകയുള്ളൂ. പേടിച്ച് അവിടെ ഇരിക്കുവായിരുന്നു. അവന് വഴി അറിയത്തില്ല. പൂച്ചനെ കാണുമ്പോൾ ഉള്ള അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിന് അവനങ്ങ് ഓടി പോകുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ തിരിച്ചു വരാനായിട്ട് ഇവൻ ഓടിക്കുമ്പോഴേ പൂച്ച ഓടി പോകും. പിന്നെ അവൻ തിരിച്ചു വരാനായിട്ട് അവന് വഴി അറിയത്തില്ല. അങ്ങനെ പിന്നെ അവനെ കളിക്കുന്ന ഇതൊക്കെ ഞാൻ കാണിക്കാവേ. മുറ്റത്തൂടെ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാ. അവൻ ഓടിച്ചാടി നടക്കുന്നതൊക്കെ അതൊക്കെ ഞാൻ കാണിക്കാവേ. ഞാൻ എന്ന് വീഡിയോ എടുക്കാൻ വന്നാലും അല്ലിക്കുട്ടൻ ഇങ്ങനെ എന്നെ ചാരി കിടന്ന് ഉറങ്ങുക. വീഡിയോ എടുക്കുമ്പോൾ തന്നെ അല്ല കേട്ടോ, ഇവൻ എന്നെ ചാരി ഇരുന്നിട്ടുണ്ട് അവൻ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങും. ഇവന് തന്നെ ഇരിക്കുന്ന ഒരു ശീലം ഇല്ല കേട്ടോ. ഇവനെ ഇപ്പൊ വേറെ ഒരു പുതിയൊരു ശീലം കൂടെ പറയാനായിട്ട് മറന്നുപോയി. ഞാൻ ചില സമയത്ത് ധൃതി വെച്ചൊക്കെ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവനെ ജനലെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് നേരം കുറെ ജോലിയൊക്കെ ചെയ്യാലോ. ഇവനൊരു 5-10 മിനിറ്റ് ഒക്കെ ഇവനൊന്ന് അവിടെ കിടക്കും. ഇച്ചിരി നേരമൊക്കെ എന്ന് വെച്ചാൽ വഴിയിലോട്ടൊക്കെ വായി നോക്കിയൊക്കെ കുറെ നേരമൊക്കെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവനങ്ങോട്ട് കരയാൻ തുടങ്ങും. ഇവനെ ഞാൻ വന്ന് അടുത്തിരിക്കണം. എന്നിട്ട് ഈ കുഞ്ഞു പിള്ളേര് ചെറുപ്പത്തിൽ ഇങ്ങനെ ചുമ്മാ കിടന്ന് കരയുകയല്ല നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ വന്ന് അടുത്ത് വന്നിരിക്കണം. പിന്നെ ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ
ഇവന് ആദ്യം ആഹാരം ഞങ്ങൾ കൊടുക്കുന്നത്. ഇവന് ഞങ്ങൾ കഴിച്ചു കഴിയുന്നതിന് മുമ്പ് ഇവൻ പെട്ടെന്ന് കഴിക്കും കേട്ടോ. ഇവന് കുറച്ച് മതിയല്ലോ, ഇവൻ പെട്ടെന്ന് തന്നെ കഴിക്കും. പിന്നെ ഇവന്റെ അടുത്ത് ഞാൻ വന്നിരിക്കണം. അപ്പൊ ഇവനെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവനെ ജനലെ വീണ്ടും കെട്ടിയിടുക. എന്നാന്നറിയാമോ, അച്ഛന്റെ കാലയിൽ ഇവൻ വന്ന് ചെന്ന് കയറുവേ. അച്ഛന്റെ കാലയിൽ ചൊറിഞ്ഞു പൊട്ടുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഇവനെ അച്ഛൻ ചോറുണ്ണുമ്പോഴൊക്കെ ഞാനിപ്പോ അവനെ കെട്ടിയിടും. അച്ഛന്റെ കാല് മുറിയോ വല്ലതൊക്കെ ചെയ്തെങ്കിൽ, ഇവന്റെ നഖമൊക്കെ ഞാനും കൊണ്ട് മുറിയോ ഒക്കെ ചെയ്തെങ്കിലോ എന്നോർത്ത് അച്ഛൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ മാത്രം ഞാൻ ഇവനെ കെട്ടിയിടും. അല്ലാത്തപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം അന്നേരം ഇവനിങ്ങനെ ഞാൻ ചെന്ന് അടുത്തിരിക്കണം. ഞാൻ പിന്നെ കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പാത്രവുമായിട്ട് ഇവന്റെ അടുത്ത് പോയിരുന്ന കഴിക്കുന്നത്. ഇവന്റെ വല്ലാത്തൊരു സ്വഭാവം, കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം ഇവര്. കരഞ്ഞാണ് ഇപ്പൊ അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. നമ്മൾ വരുന്നവരെ അവൻ കരയും. വന്നു കഴിഞ്ഞാൽ അന്നേരം എൻ്റെ അടുത്തോട്ട് ഇതുപോലെ വന്ന് കാലച്ചാരിയോ കാല കയറി ഇരിക്കുവോ, അവന് പിന്നെ ഒരു കുഴപ്പവും ഇല്ല. ഇങ്ങനത്തെ പിള്ളേരുണ്ടോ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാണോ? അതൊക്കെ പറയണേ. പിന്നെ പിന്നെ സെറീന എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചായിരുന്നു, നമ്മുടെ ചേച്ചിമാരൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന്. പാറു ചേച്ചി പിന്നെ BSc മാത്തമാറ്റിക്സ് 3rd ഇയർ ആണിപ്പം. കാത്തു ചേച്ചി +2 ആണ് പഠിക്കുന്നത്. പിന്നെ ഇവന്മാർ ഇരട്ടകളാണോ എന്നൊക്കെ ചിലർ ചോദിച്ചായിരുന്നു. ഇരട്ടകളൊന്നും അല്ല, രണ്ടുപേർക്കും ഒരേ ഷേപ്പാണെന്നേ ഉള്ളൂ. പിന്നെ പാർക്കുട്ടിയാണ് മൂത്തത്. പിന്നെ ഏതാണ്ട് പറയണമെന്ന് മറന്നുപോയി. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് വരാം. അല്ലിക്കുട്ടൻ എന്റെ വാചാടിയൊക്കെ കേട്ടാവും വീണ്ടും എന്നത്തെയും പോലെ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ചോറൂണൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ്. ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ മഴയൊക്കെ പെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. ഇനിയിപ്പം അല്ലിക്കുട്ടനെ അകത്ത് കൊണ്ട് കിടത്താൻ പോവാണ്. അവൻ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങുന്ന വീഡിയോ ഒക്കെ കണ്ടില്ലേ, കാലും ഒക്കെ പൊക്കി പിടിച്ച്. അതങ്ങനെയൊക്കെ അവൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത്. നിലത്ത് കിടന്നാലും അങ്ങനെ കാലും പൊക്കി വെച്ചാ കിടക്കുന്നത്. ഭിത്തിയിലോട്ട് കാല് ചേർത്ത് വെച്ചാ അവൻ കിടക്കുന്നത്. അപ്പൊ എന്നാ ഇനി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി പിന്നീട് വരാം. മാടാ അല്ലിക്കുട്ട, നമ്മുടെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞ് അല്ലിക്കുട്ടിനെ ഞാൻ പിടിച്ച് എഴുന്നേപ്പിച്ചേ. ഞാൻ ഇനി അല്ലിക്കുട്ടിനായിട്ട് പോകാൻ പോവാണ്. താത്ത പോവാ, ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ.